ധന്യ, ഓണത്തിന് കിറ്റ് കിട്ടുമോ? കിറ്റ് കൊടുത്തു തുടങ്ങി 26-ാം തീയതി മുതൽ. എനിക്കില്ല. കുറച്ചു കാലമായിട്ട് കിറ്റില്ലാതെ എന്താ ആഘോഷം എന്നതാണ് സർക്കാരിന്റെ നയം. അതെ, ഈ കിറ്റ് ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കിറ്റിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴും മറ്റേ മുൻഗണനാ കാർഡ് ഉടമകൾക്ക് മാത്രമേ ഉള്ളൂ കിറ്റ്. എല്ലാവർക്കും കിറ്റ് കൊടുക്കാനുള്ള പാങ്ങ് തൽക്കാലം സർക്കാരിനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഓണത്തിന് അങ്ങനെ ഒരു കിറ്റ് കിട്ടുന്നത് സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ എൻ്റെ സംശയം, ഈ ഓണത്തിന് കായ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഇപ്പോൾ വിപണി വിലയിൽ ഏതാണ്ട് 500 കവിഞ്ഞു വെളിച്ചെണ്ണ വില. അപ്പോൾ അത് തരാനായിട്ടുള്ള സംവിധാനം സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? ഇത്തവണ നമ്മൾ എല്ലാ തവണയും പിണറായി വിജയൻ സർക്കാരിനെ എന്താ പറയുക വിമർശിക്കുകയാണ്. ഈ ഓണത്തിന് കുറച്ച് നല്ലത് പറയാം എന്ന് കരുതി. നല്ലത് വരുമ്പോൾ നല്ലത് പറയാം. ഇത് കൊട്ടേഷൻ മറ്റേ കോട്സ് ഉള്ളതാണ്. നല്ലത് പറയാം. അതാ നല്ലതല്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം എന്ന് തോന്നിയതുകൊണ്ട് പറയുകയാണ്. ഓണം കിറ്റ് 2025 എന്നുള്ള നല്ല സൂപ്പർ ഒരു വെള്ള കവറിൽ, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, തുണിയുടെ ഒരു വെള്ള തുണിയിൽ 2025 ഓണ കിറ്റ് എന്നൊക്കെ എഴുതി നല്ല പോലെ പാക്ക് ചെയ്താണ് കിറ്റ് കൊടുക്കുന്നത്. കിറ്റിൻ്റെ അകത്ത് 14 ഇനം സാധനങ്ങളുണ്ട്. ഓഗസ്റ്റ് 26 മുതൽ കിറ്റ് കൊടുത്തു തുടങ്ങി. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പരിപ്പ്, ഉഴുന്ന്, മുളക്, സാമ്പാർ പൊടി, നെയ്യ്, പായസ കിറ്റ്, ചായപ്പൊടി, പയറ്, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, ഉപ്പ്, ഇത്രയാണ് കിറ്റിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം പിന്നെ 250 ചായപ്പൊടിയൊക്കെ എനിക്ക് തോന്നുന്നു 250 ഗ്രാം ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾക്ക് കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ കിറ്റിന്റെ പരാതിയൊന്നും ഇതുവരെ കേട്ടില്ല. ഒരു കിറ്റിന് ഏകദേശം എന്ത് വില വരും? ഒരു 1000-ന് മുകളിൽ വരും. 1000 രൂപയ്ക്കകത്ത് വരും. 1000 രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ ക്ഷമിക്കുക, 1000 രൂപയ്ക്കകത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു പിന്നെ ഈ ഓണത്തിനൊക്കെ വലിയ രീതിയിൽ ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന പലരും ഉണ്ടല്ലോ, അവർക്കൊക്കെ ചിലപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒറ്റയടിക്ക് വാങ്ങാൻ കഴിയില്ല. ഇപ്പോൾ ഈ AAY ഭക്ഷ്യ കിറ്റ്, അതായത് പിന്നെ മുൻഗണനയുള്ളവർക്കാണ് കൊടുക്കുന്നത്. അല്ലാത്തവർക്കൊക്കെ എല്ലാവർക്കും ഭക്ഷ്യ കിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല എന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും വെളിച്ചെണ്ണയ്ക്കിപ്പോൾ റോക്കറ്റിനെക്കാളിലും വേഗമാണ് വെളിച്ചെണ്ണയുടെ വില. കുതിച്ചുയരുകയാണ്. നമ്മളൊക്കെ എൻ്റെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണ മാറ്റി മറ്റേ ഗോൾഡ് വിന്നറൊക്കെ ആക്കിയിട്ട് കാലങ്ങളാവുന്നു. അതുകൊണ്ട് ഞാൻ ഈ വെളിച്ചെണ്ണയുടെ വില അന്വേഷിക്കാറില്ല. അതാകുമ്പോൾ 1 കിലോയ്ക്ക് 80 രൂപയോ 90 രൂപയേ ഉള്ളൂ. മറ്റേ ഇത് മുതലാവില്ല, ഈ വെളിച്ചെണ്ണ മുതലാവില്ല. വീട്ടിൽ വെളിച്ചെണ്ണ ആട്ടിയ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വരെ ഇപ്പോൾ ഗോൾഡ് വിന്നറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ പിന്നെ പിണറായി സർക്കാർ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്. അതും ശബരിയുടെ 1/2 കിലോ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത്. 1/2 ലിറ്റർ വെളിച്ചെണ്ണ. 1/2 ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇപ്പം ആളുകൾക്ക് സ്വർണത്തിനെക്കാളും വിലയാണ് വെളിച്ചെണ്ണയ്ക്ക്. അപ്പോ വെളിച്ചെണ്ണ, അതും പലരും പിണറായി സർക്കാരിനെ പിന്നെ എന്താ പറയുക നെഗറ്റീവ് പറയാൻ വേണ്ടി ഈ വെളിച്ചെണ്ണ പരിശോധിച്ചൊക്കെ നോക്കുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണയാണോ എന്നൊക്കെ കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് മറ്റേ കട്ട പിടിച്ച് വെള്ള കളറിലൊക്കെ ആയി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ പറയുമല്ലോ, നല്ല വെളിച്ചെണ്ണ കണ്ടുപിടിക്കണം അങ്ങനെയാണെന്നൊക്കെ പറയണേക്കാലോ. മറ്റേത് ഈ എന്തോ പെട്രോളിയം പ്രോഡക്റ്റിന്റെ ബാക്കിയോ എന്തൊക്കെ ഒഴിച്ച് വരുന്ന അങ്ങനെ പല പ്രചരണം ഉണ്ട്. അങ്ങനത്തെ വെളിച്ചെണ്ണയൊന്നും അല്ല ഇത്. നല്ല ശുദ്ധമായ ശബരിയുടെ നല്ല വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത്. ശബരിക്ക് ഒരു ഇതായിക്കോട്ടെ, പരസ്യം ആയിക്കോട്ടെ. അങ്ങനെ ഇത്തവണ പിണറായി സർക്കാരിനെ ഈ ഓണത്തിന് പറയത്തക്ക ഒരു കംപ്ലൈന്റും നിങ്ങൾക്ക് തരില്ല എന്ന് 100% ഉറപ്പാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ കിറ്റ് ഇറക്കിയിരിക്കുന്നത്. എനിക്ക് എതിർപ്പുണ്ടെങ്കിലോ? എന്ത് എതിർപ്പാണ്? ഇപ്പോൾ ധന്യ പറഞ്ഞൊരു 1000 രൂപ കണക്കാക്കുന്ന കിറ്റ് അല്ലേ? ആ 1000 രൂപ എങ്ങനെയാ കണക്കാക്കിയത്? ഓരോരോ സാധനത്തിന്റെ ഇത് വെച്ചിട്ടായിരിക്കും MRP അല്ലേ? ഓരോ പാക്കറ്റിൽ MRP ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഉദാഹരണം ശബരിയുടെ 250 ഗ്രാം തേയില, അതിന്റെ MRP ഒരു 120 രൂപ കൂട്ടിക്കോ. ഞാനൊരു ഏകദേശ കണക്ക് ഒരു 100 രൂപ കൂട്ടും. ഒരു 100 രൂപയാണ് MRP എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇത് പണ്ട് നമ്മുടെ സിനിമാ സംവിധായകൻ ബിഗ് ബോസ് താരം ഉണ്ടല്ലോ, നമ്മുടെ അഖിൽ മാരാർ പറഞ്ഞൊരു ലോജിക്കാണ്. പക്ഷെ ആ ലോജിക്കിൽ വാസ്തവമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും വീണ്ടും പറയുന്നത്. അപ്പോൾ ഒരു 100 രൂപ MRP ഉള്ള തേയിലപ്പൊടി അത് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ എത്ര രൂപ കിട്ടും? ബൾക്കായിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു 80 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. 80 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ആ 20 രൂപ ആർക്ക് പോയി? സർക്കാരിന് പോയി. അതാണ് ഈ കിറ്റ് കൊടുക്കുന്നതിനുള്ള കുഴപ്പം. അതൊരു പോയിന്റ്. അപ്പോൾ 1000 രൂപയിൽ പിന്നെ ഇതിൽ പലത് സ്പോൺസർമാരായിരിക്കൂലേ? അങ്ങനെയൊന്നുമല്ല. സ്പോൺസർമാർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്.
ഏതായാലും ഈ 1000 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കിറ്റിന് യഥാർത്ഥത്തിൽ മുടക്ക് മുതൽ ഒരു 600 രൂപ 700 രൂപ ആവും എന്നുള്ളത് ഏകദേശം ഉറപ്പാണേ അല്ലേ? ഈ 1000 രൂപ ഈ അർഹതപ്പെട്ടവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തിരുന്നെങ്കിലോ? അതെന്ന് പറഞ്ഞാൽ ഈ പലരും പല ഇതിലല്ലേ പ്രബലല്ലേട്ടാ, എന്ന് വെച്ചാൽ ഓണം എന്ന് പറയുമ്പോൾ അടിച്ച് സെറ്റായി കിടക്കാൻ പലരും ഈ 1000 രൂപ അതവിടെ നിൽക്കട്ടെ. അതിപ്പോ ആത്യന്തികമായിട്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത് പൈസ കിട്ടിയാൽ എന്തിന് ചെലവാക്കണമെന്നുള്ളത് അത് കിട്ടുന്ന ആളുടെ തീരുമാനമാണ്. അത് എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ മദ്യം വാങ്ങുമായിരിക്കാം, എന്തും ആയിക്കോട്ടെ. ഇതിപ്പോൾ സദ്യ കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ അയാൾക്ക് ഒരു കിലോ ചിക്കൻ മേടിച്ചാൽ അന്ന് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ അയാളെ തലയിൽ വെച്ച് കെട്ടിയിരിക്കും. അത് ആ വീടിൻ്റെ മൂലയിൽ കിടക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റാണ്, അയാൾ പായസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്തായിരിക്കും അവസ്ഥ? അപ്പുറത്തെ വീട്ടിലെ പായസം കഴിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് കൊടുക്കുക അല്ലെ? അതപ്പോ വെറുതെ പോയില്ലേ? അപ്പൊ ഈ പറയുന്നതിൽ ലോജിക്ക് നല്ല കാര്യം എങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ ഇരുന്ന് കുറ്റം കണ്ടുപിടിക്കുന്നത് ശരിയല്ല. ആ കൂടെ ഈ ഒരു ഓണത്തിനാണ് അങ്ങേർക്ക് ആളുകളെ ശാപം കിട്ടാതെ ഒന്ന് മുന്നോട്ട് പോകണം, അതിന്റെ ഇടയ്ക്ക് കുറ്റവും കൊണ്ട് പറഞ്ഞു. അല്ല, അത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കും. ഇത് അർഹത, ഇപ്പൊ നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അർഹതപ്പെട്ടവർക്കല്ലേ നേരിട്ട് കിട്ടുക. അപ്പൊ ഈ കൃത്യം ആളുകൾക്ക് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ തുക കൃത്യമായിട്ട് കയ്യിൽ കിട്ടിയ അവൻ്റെ തീരുമാനമാണ് എന്തൊക്കെ സാധനം വാങ്ങണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രയോജനം തൊട്ടടുത്ത് അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള കച്ചവടക്കാരനും അതിൻ്റെ പ്രയോജനം കിട്ടും. ഇതിപ്പോൾ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ ഇത് സപ്ലൈ ചെയ്ത കുറേ മിഡിൽ ഏജൻറ്റുമാരുണ്ട്. ഇതിപ്പോൾ 1000 രൂപയുടെ കിറ്റ് ആ ഏജൻറ്റിന് ചിലവ് മുടക്ക് മുതൽ ചിലപ്പോൾ 800. ഇതിൻ്റെ ഇടനിലക്കാരനായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് കമ്മീഷൻ. ഒന്ന് ആലോചിക്കുക, എത്ര കോടികളായിരിക്കും മറിഞ്ഞിട്ടുണ്ടാകുക. മനസ്സിലായോ? അപ്പോൾ ഇത് നേരിട്ട് സാധാരണക്കാർ അവൻ എന്തും ചെയ്തോട്ടെ, ചിലപ്പോൾ ഓണത്തിനൊരു കുപ്പി എടുത്തെന്നിരിക്കും, എങ്കിലും അതിൻ്റെ വിഹിതം നമുക്കൊക്കെ കിട്ടുന്നുണ്ട് ടാക്സിൻ്റെ രൂപത്തിൽ. ഇത് വെറുതെ പോവുകയാണ് കിറ്റെന്ന് പറഞ്ഞാൽ. അതായത് ഈ മുൻഗണനാ കാർഡുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവരെ നമ്മൾ തീരെ അങ്ങ് വില കുറച്ച് കാണുക. കാര്യം നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പും മറ്റേ അതും ഇതുമൊക്കെ വെച്ച് അത്യാവശ്യം പൈസ ഇല്ലാത്ത അവർ കുറവാണ്. ഓണത്തിനൊക്കെ കുടുംബശ്രീ ബോണസ് കൊടുക്കും, നമ്മളാണല്ലോ തൊഴിലുറപ്പിന് വരെ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പൊ എല്ലായിടത്തും തൊഴിലുറപ്പുകാർക്ക് പോലും മിനിമം വേതനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഓണക്കാലത്ത് തീരെ പട്ടിന് അത്ര ദരിദ്രമുള്ളവർ വളരെ കുറവാണ്. എങ്കിലും ഇരിക്കട്ടെ, ഒരു ഓണക്കിറ്റ് ഇരിക്കട്ടെ. പക്ഷെ ആ ഓണക്കിറ്റ് ഈ സാധനങ്ങളായിട്ട് കൊടുക്കുന്നതിന് പകരം പൈസയായിട്ട് കൊടുത്താൽ അതിൻ്റെ പ്രയോജനം വേറെയാണ്. കാര്യം നാട്ടിൽ പൈസ ഇറങ്ങും, നാട്ടിലുള്ള ചെറുകിട സംരംഭകർ, ചെറുകിട കച്ചവടക്കാർക്കൊക്കെ അതിൻ്റെ പ്രയോജനം കിട്ടും. ഇത് ഈ കിറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടുക സർക്കാരിന് കിട്ടും. കാര്യം ജനങ്ങൾക്ക് ഞങ്ങളുടെ ഓണത്തിന് കിറ്റ് തന്നല്ലോ, വേണമെങ്കിൽ 2 വോട്ട് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. പിന്നെ പ്രയോജനം കിട്ടുക ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച കുറച്ച് ഏജൻറ്റുമാർക്കാണ്. അവർക്ക് ഈ രീതിയിൽ വൻ കൊള്ള ലാഭം ഉണ്ടാക്കും. അതിന് ഈ വേണ്ടപ്പെട്ട പലരും ഇതിൻ്റെ കമ്മീഷനും അടിക്കും. എന്നതിനപ്പുറം ഈ കിറ്റിലൊരു മാങ്ങാത്തൊലിയില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരൂല. പറയാം, പിണറായി വിജയൻ ഈ വർഷത്തെ കിറ്റ് കാര്യമായിട്ട് തന്നെയാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്ത് വന്നാലും പിണറായി വിജയൻ ഈ കിറ്റ് കൊണ്ട് അടുത്ത അധികാരം പിടിക്കും.